സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ഇനി പഠിക്കാനുള്ളത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങൾക്കെടുത്ത് പറയാനുള്ളത്, എങ്ങനെയാണ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, സെൻഡർ ടു റിസീവർ എങ്ങനെയാണ് ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതേ ഒറിജിനൽ ഫോമിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു മെസ്സേജ് എം എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ടെന്ന് വെച്ചോളൂ. എം എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറിലും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എം എന്ന് പറയുന്ന മെസ്സേജിനെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ടല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിനെ നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ എം എന്ന് പറയുന്ന മെസ്സേജിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പാക്കറ്റ്സിന് രണ്ട് പാർട്ട് കാണും. അഡ്രസ് പാർട്ടും ഡേറ്റ പാർട്ടും. നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് ഒറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കത്തില്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഡിവൈഡഡ് ആസ് പാക്കറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. സ്മോളർ യൂണിറ്റ്സ് പാക്കറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. സെയിം എം എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്, അതിനെ ഞാൻ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. M1, M2, M2. എല്ലാ പാക്കറ്റ്സിനും രണ്ട് പാർട്ട് കാണും. ഒരു അഡ്രസ് പാർട്ടും കാണും, ഒരു ഡേറ്റ പാർട്ടും കാണും. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഈ അഡ്രസ് പാർട്ടിൽ ഡെസ്റ്റിനേഷൻ ആർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്സ് ആയിരിക്കും ഈ അഡ്രസ് പാർട്ടിൽ കാണുന്നത്. ഈ ഡേറ്റ പാർട്ടിനകത്ത് ആക്ച്വൽ ഡേറ്റയും കാണും. പറഞ്ഞ് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല സെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു പാക്കറ്റ്സ്, അല്ലെങ്കിൽ ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു പാക്കറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഈ പാക്കറ്റ്സിന് രണ്ട് പാർട്ട് കാണും, അഡ്രസ് പാർട്ടും ഡേറ്റ പാർട്ടും. ആ അഡ്രസ് പാർട്ടിനകത്ത് ആർക്കാണോ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അയാളുടെ അഡ്രസ്സ് ആയിരിക്കും ഈ അഡ്രസ് പാർട്ടിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതുപോലെ ആക്ച്വൽ മെസ്സേജ് ആയിരിക്കും ആ ഡേറ്റ പാർട്ടിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കരുതി വെച്ചിരുന്ന ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പോകുന്നതാണ് ഇതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. അങ്ങനെയല്ല. ആദ്യം നമ്മൾ ആ മെസ്സേജിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം, പാക്കറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, രണ്ട് പാർട്സ് ഉണ്ടാകും. ഒരു അഡ്രസ് പാർട്ടും ഉണ്ടാകും, ഒരു ഡേറ്റ പാർട്ടും ഉണ്ടായിരിക്കും. ഈ അഡ്രസ് പാർട്ടിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കാണും. ഡേറ്റ പാർട്ടിനകത്ത് ഒറിജിനൽ ഡേറ്റ, എന്താണ് ഡേറ്റ, അതായിരിക്കും ആ ഒറിജിനൽ ഡേറ്റ പാർട്ടിനകത്ത് ഉള്ളത്. മനസ്സിലായോ? തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുക. കുറച്ചുകൂടെ ഇതിനകത്ത് പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം ഇങ്ങനെ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഫോക്കസ് ഓറിയൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കുന്നത്. പക്ഷേ എങ്കിൽ ആ ഫോക്കസ് പോയിൻ്റ് ഓറിയൻറ്റിൽ തന്നെ ഞാൻ ആ ടോപ്പിക്കിനകത്ത് വരുന്ന എല്ലാ പോർഷൻസും ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതെടുത്ത് നോക്കുമ്പോൾ ആ ഫോക്കസ് പോയിന്റ് ഞാൻ തരാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഞാൻ അതിനകത്ത് പറയുന്ന എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് കമ്പ്യൂട്ടർ ടു എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. NICയുടെ ഫുൾ ഫോമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്.
N bar W means network. Network interface card. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്. It is used to connect a computer to the network. It acts as an interface between computer and a network. Act as an interface between computer and a network. It acts as an interface between computer and a network. മൂന്നാമത്തെ പോയിന്റ്, it prepares, send, receive and control data on the network. കമ്പ്യൂട്ടറിനകത്ത് നിന്ന് പുറത്തോട്ട് പോകുന്ന ഡേറ്റയും നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഡേറ്റയും നെറ്റ്വർക്കിൽ നിന്ന് കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ഡേറ്റയും പ്രിപ്പയർ ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ NIC ആണ്. അപ്പം ഇറ്റ് prepares send, receive and control data on the network. Data on the നെറ്റ്വർക്ക്. സാധാരണ ഇനി ഈ NIC ഇരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഇൻബിൽറ്റായിട്ട് മദർ ബോർഡിനകത്ത് ഇൻബിൽറ്റായിട്ടും കാണും NIC കാണും, ചിലപ്പോൾ എക്സ്റ്റേണൽ ഡിവൈസായിട്ടും NIC കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ കാർഡ്, ഒരു കാർഡ് പോലെ ഇരിക്കും. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിഗർ നമ്പർ 11.15 11.15 എയും 11.15 ബിയും. ഓക്കെ, അപ്പം ഇറ്റ് പ്രിപ്പയർസ്, സെൻഡ്, റിസീവ് ആൻഡ് കൺട്രോൾസ് ഡേറ്റ ഓൺ ദി നെറ്റ്വർക്ക്. ഇതിൻ്റെ വർക്കിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഡേറ്റ അറ്റ് എ സ്പീഡ് ഓഫ് 1 Gbps. Data at a speed of 1 Gbps, 1 gigabytes per second. ഓക്കെ, ഇതിന് പറയുന്നത് NICക്ക് പറയുന്നത് വേണം നമുക്ക് ലാൻ കാർഡ് എന്നും പറയാം. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കാർഡ്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാണ്, NIC മീൻസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് എ കമ്പ്യൂട്ടർ ടു ദ നെറ്റ്വർക്ക്. എല്ലാ കമ്പ്യൂട്ടേഴ്സിലും ഈ കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ദി നെറ്റ്വർക്ക്. ഇറ്റ് പ്രിപ്പയേഴ്സ്, സെൻഡ്, റിസീവ് ആൻഡ് കൺട്രോൾ ഡേറ്റ ഓൺ ദി നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറിനകത്ത് നിന്ന് നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഡേറ്റയും നെറ്റ്വർക്കിനകത്ത് നിന്ന് കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡേറ്റയും അതിൻ്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഈ NICയുടെ കയ്യിലാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഡേറ്റ അറ്റ് എ സ്പീഡ് ഓഫ് 1 Gbps, 1 gigabytes per second. അപ് ടു 1 gigabytes per second വരെ അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് അവൈലബിൾ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഡിപ്പെൻഡിങ് ഓൺ ദ NIC. ഓക്കെ, ഇതാണ് NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഹബ്.
ഹബ് എന്താണെന്ന് ഞാൻ പറയാം. Hub is used to connect computers or devices in a network. ഹബ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനായിട്ടാണ് ഹബ്ബ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സും ആവാം, ഡിവൈസസും ആവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചോ, ദാറ്റ് ഈസ് കണക്റ്റഡ് ബൈ യൂസിങ് ഹബ്. ഹബ് എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ ബോക്സ് പോലെ കുറേ സ്ലോട്ടുകളാണ്, കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനായിട്ട് കുറേ സ്ലോട്ടുകളുണ്ടായി. ഓക്കെ, 4 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്കാണ്. C1, C2, C3, C4. ഇവിടെ എല്ലാ കമ്പ്യൂട്ടേഴ്സും തന്നെ ഹബിലേക്കായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഓൾ ദി കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ദി ഹബ്. ഹബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, കണക്ട് ചെയ്തിരിക്കുന്നു. എന്താ ഈ ഹബ്ബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് C1 നിന്ന് C4ലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാന്ന് വെച്ചോ. C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ 1, കമ്പ്യൂട്ടർ 2, കമ്പ്യൂട്ടർ 3, കമ്പ്യൂട്ടർ 4. കമ്പ്യൂട്ടർ 1ൽ നിന്ന് കമ്പ്യൂട്ടർ 4ലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെന്ന് കരുതിക്കോളും. കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യുകയാണ്. C1ൽ നിന്നൊരു മെസ്സേജ്, M1 എന്ന് പറയുന്ന ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. C1ൽ നിന്ന് C4ലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെസ്സേജ് M1 എന്ന് പറയുന്ന മെസ്സേജ് ഹബിലേക്ക് ആദ്യം എത്തും. ഈ ഹബ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നെറ്റ്വർക്ക് ഹബിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഈ M1 എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്യും. അപ്പോൾ M1 ആർക്കൊക്കെ അവൈലബിൾ ആവും? C4 അവൈലബിൾ ആവും, C3 അവൈലബിൾ ആവും, C2 അവൈലബിൾ ആവും. ഓക്കെ, പക്ഷെ ആർക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്? C1 ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്? C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെസ്സേജ് ഹബിൽ വരുമ്പോൾ ഹബ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പല ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ഇല്ല, നമ്മൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, റേഡിയോ ട്രാൻസ്മിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഒരു ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ നിന്ന് ഒരു റേഡിയോയിലേക്കല്ല, ധാരാളം റേഡിയോയിലേക്കാണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബ്രോഡ്കാസ്റ്റ് 1 to many എന്ന് പറയും. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് നെറ്റ്വർക്കിൽ പോകുമ്പോൾ പഠിക്കും 1 to many, 1 to 1, 1 to many, many to many എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെയുണ്ട് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ പഠിക്കും. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ C1ൽ നിന്ന് C4ലേക്ക് കമ്പ്യൂട്ടർ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഈ വരുന്ന മെസ്സേജ് ആരാദ്യം റിസീവ് ചെയ്യും? ഈ ഹബ്ബ് റിസീവ് ചെയ്യും. ഹബ്ബ് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെസ്സേജിനെ ആ ഹബ്ബിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും സെൻഡ് ചെയ്യും. അതായത് C4ലും ഈ M1 എന്ന് പറഞ്ഞ മെസ്സേജ് അവൈലബിൾ ആവും, C3ക്കും അവൈലബിൾ ആവും, C2നും അവൈലബിൾ ആവും. പക്ഷേങ്കിൽ അത് ആരെ റിസീവ് ചെയ്യത്തുള്ളൂ? C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ മാത്രമേ റിസീവ് ചെയ്യുള്ളൂ. C2ഉം C3യും ഒക്കെ ആ മെസ്സേജിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. ഇതാണ് ഹബ്ബ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഹബ്ബ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പറയുന്ന പോയിന്റ് മനസ്സിലായോ? ആദ്യം വരുന്ന മെസ്സേജിന് ഈ ഹബ്ബ് റിസീവ് ചെയ്തതിന് ശേഷം ആ ഹബ്ബിലേക്ക് ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഈ മെസ്സേജിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും, എല്ലാവർക്കും അവൈലബിൾ ആക്കും. പക്ഷേങ്കിൽ ആര് മാത്രമേ അത് റിസീവ് ചെയ്യത്തുള്ളൂ? ആ പർട്ടിക്കുലർ, ഇൻ ദിസ് കേസ് C4 ആണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. അയാൾ മാത്രം റിസീവ് ചെയ്യും. ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കണം, 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നേരത്തെ പറയണമെന്ന് വെച്ചാണ് വിട്ടുപോയതാണ്, അതിപ്പം പറയാണ്. There must be a sender and there must be a receiver. ഓക്കെ, ഈ സെൻഡർ എന്ന് പറയുന്ന വേറൊരു പേരാണ് സോഴ്സ്, റിസീവർ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഡെസ്റ്റിനേഷൻ.
സെൻഡർ, റിസീവർ. സെൻഡർ എന്ന് പറയുന്ന വേറെ പേരാണ് സോഴ്സ്, റിസീവർ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ. There must be medium to communicate. അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ഉണ്ടായിരിക്കണം. ആൻഡ് there should be a message. മെസ്സേജും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിലേ പ്രോപ്പറായിട്ടൊരു ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ സെൻഡർ ഉണ്ടാവും, അതിന് പറയുന്ന വേറൊരു പേരാണ് സോഴ്സ്. റിസീവർ ഉണ്ടാവും, അതിന് പറയുന്ന വേറൊരു പേരാണ് ഡെസ്റ്റിനേഷൻ. ദെയർ മസ്റ്റ് ബി എ മീഡിയം, ഒരു മീഡിയം ഉണ്ടായിരിക്കും. ആൻഡ് ദെയർ മസ്റ്റ് ബി എ മെസ്സേജ്, ഒരു മെസ്സേജും ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ, ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അയാളെ സെൻഡർ എന്നും, ആരാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അയാളെ റിസീവർ എന്നും ആണ് പറയുന്നത്. ഓക്കെ, സെൻഡറിന് പറയുന്ന പേരാണ് സോഴ്സ് എന്നും പറയും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ എന്ന് പറയും, ട്രാൻസ്മിറ്റർ എന്നും പറയും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് മനസ്സിലായല്ലോ. ഹബ് എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന മെസ്സേജിനെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അവൈലബിൾ ആക്കും. പക്ഷെ ആര് മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ? ആർക്കാണോ ആ മെസ്സേജ് സെൻഡ് ചെയ്തത് അയാൾ മാത്രമേ ആ പർട്ടിക്കുലർ മെസ്സേജിനെ റിസീവ് ചെയ്യുള്ളൂ. ഇതാണ് ഹബ്ബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. അപ്പം എഴുതാൻ പോവാണ്. ഹബ് ഒന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനായിട്ടാണ് ഹബ്ബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട്, it is a simple and passive device. It is simple, passive and inexpensive device. Passive means കടത്തിവിടും എന്നുള്ള അർത്ഥമാണ് പാസീവ്. മൂന്ന്, when a message receives the hub, when a message received by the hub it sends the message to all the computers available in the network. It sends the message to all the computers available in the network. Available in the network. അടുത്ത പോയിന്റ്, the computer for which the data packet and the message are intended except it. The computer
ഫോർ വിച്ച് മെസ്സേജ് പാക്കറ്റ്, ഡേറ്റ പാക്കറ്റ് മീൻസ് മെസ്സേജ്. ഞാൻ പറഞ്ഞത് മെസ്സേജിനെ നമ്മൾ പാക്കറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പം ദ കമ്പ്യൂട്ടർ ഫോർ വിച്ച് ഡേറ്റ പാക്കറ്റ്സ് ബ്രാക്കറ്റിൽ നമ്മൾ മെസ്സേജ് എന്നില്ല, മെസ്സേജ് ആർ intended except it. And other computers accept it, and other computer discard it. Discard. നേരത്തെ പറഞ്ഞ കാര്യമാണ്. മെസ്സേജ് ഹബിലേക്ക് വരുമ്പോഴേക്കും ഈ ഹബ് എന്തോ ചെയ്യും, ആ കമ്പ്യൂട്ടേഴ്സിൽ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഈ മെസ്സേജ് സെൻഡ് ചെയ്യും. പക്ഷെ ആരെ അത് റിസീവ് ചെയ്യത്തുള്ളൂ? ആർക്കാണോ അയച്ചത് അയാൾ മാത്രമേ അത് റിസീവ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ആ മെസ്സേജിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. അതാണ് ഈ പറയുന്നത്. ഓക്കെ, നേരത്തെ C1 to C4 ആണ് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്തത്. അപ്പം പക്ഷേങ്കിൽ ഹബിലേക്ക് ഈ മെസ്സേജ് വരുമ്പോൾ ഈ മെസ്സേജ് അവിടെ C2നും അവൈലബിൾ ആവും, C3ക്കും അവൈലബിൾ ആവും, C4നും അവൈലബിൾ ആവും. ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റിംഗ് ആണെന്ന് പറയുന്നത്. എല്ലാവർക്കും അവൈലബിൾ ആക്കും. പക്ഷെ ആരെ അത് റിസീവ് ചെയ്യത്തുള്ളൂ, ആ മെസ്സേജ് ആരെ റിസീവ് ചെയ്യത്തുള്ളൂ? C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറെ റിസീവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഹബ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ട്രാഫിക് വളരെ ഹൈ ആയിരിക്കും. കാരണം എന്താണ്? ഒരു മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങ് നമ്മൾ സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 10 മെസ്സേജ് അല്ലെങ്കിൽ 15 മെസ്സേജ് 100 മെസ്സേജ് വരികയാണെങ്കിൽ ഈ 100 മെസ്സേജും എല്ലാവർക്കും അവൈലബിൾ ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നെറ്റ്വർക്കിനകത്തുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് കുറയും. കാരണം ഒരു വഴി, ഫോർ എക്സാമ്പിൾ ഒരു റോഡേ ഉള്ളൂ. ആ റോഡിൽ കൂടെ 10-100 വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും വരുന്ന മെസ്സേജിനെല്ലാം തന്നെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അവൈലബിൾ ആക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നെറ്റ്വർക്ക് ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, അവിടെ ബാൻഡ് വിഡ്ത്ത് കുറയും. നെറ്റ്വർക്ക് ട്രാഫിക് ഇൻക്രീസ് ചെയ്യുക മീൻസ് ബാൻഡ് വിഡ്ത്ത് കുറയുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പം ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് increases the network traffic. The network traffic. It increases the network traffic. Okay. ഇത്രയുമാണ് ഹബിനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഓക്കെ, അടുത്ത പറയുന്നത് സ്വിച്ച്. സ്വിച്ചും ഹബ്ബ് പോലെ തന്നെയാണ്. ഹബ്ബ് പോലെ തന്നെയാണ് സ്വിച്ചിൻ്റെ യൂസ്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ചെറിയ സ്ലോട്ടുകളുണ്ടാകും. കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനായിട്ട് ചെറിയ സ്ലോട്ടുകളാണ്. ജസ്റ്റ് ലൈക്ക് ഹബ്ബ് പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമാണ്. സ്വിച്ച് ഇവിടെയും 4 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്കാണെന്ന് കരുതുക. 4 കമ്പ്യൂട്ടറുള്ള നെറ്റ്വർക്കാണെന്ന് നിങ്ങൾ കരുതുക. സ്വിച്ചിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഹബിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും സ്വിച്ച് ഹബിൻ ചെയ്യുന്ന അതേ ജോബ് തന്നെയാണ് സ്വിച്ചും ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ യൂണികാസ്റ്റിംഗ് ആണ്, ബ്രോഡ്കാസ്റ്റിംഗ് അല്ല.
കാരണം ഫോർ എക്സാമ്പിൾ C1-ൽ നിന്ന് C4-ലേക്ക് ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്യുക, M1 എന്ന് പറഞ്ഞ മെസ്സേജ് സെൻഡ് ചെയ്യാന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ C1-ൽ നിന്ന് ഇതെവിടെ M1 എവിടെ വരും? മെസ്സേജ് സ്വിച്ചിൽ വരും. സ്വിച്ച് എന്ത് ചെയ്യും? എല്ലാവർക്കും ഈ മെസ്സേജ് അവൈലബിൾ ആക്കത്തില്ല. ആർക്ക് മാത്രമേ അവൈലബിൾ ആക്കത്തുള്ളൂ? C4 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മെസ്സേജിന് കമ്പ്യൂട്ടറിന് മാത്രമേ അത് അവൈലബിൾ ആക്കത്തുള്ളൂ. അതെങ്ങനെ അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ചിനകത്തൊരു ടേബിളുണ്ട്, ഒരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ടേബിളിനകത്ത് ഈ കമ്പ്യൂട്ടർ ഈ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ പറയേണ്ട ഒരു കാര്യമാണ്, നെറ്റ്വർക്കിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള അഡ്രസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് നെറ്റ്വർക്കും ആയിക്കോട്ടെ, ഒരു നെറ്റ്വർക്കിലാണ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തേക്കുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ്സും ഉണ്ടായിരിക്കും. ഈ അഡ്രസ്സ് വെച്ചാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏത് നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്താലും ആ കമ്പ്യൂട്ടേഴ്സിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സ്വിച്ച് യൂസ് ചെയ്താണ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ C1 to C4 ആണ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് വെച്ചു. C1 to C4 ആണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ C1 നിന്ന് M1 എന്ന് പറഞ്ഞ മെസ്സേജ് M1 സ്വിച്ചിലേക്ക് വരും. M1 എന്ന് പറഞ്ഞ മെസ്സേജ് സ്വിച്ചിലേക്ക് വരും. ഈ സ്വിച്ച് എന്തോ ചെയ്യും? ഈ M1 എന്ന് പറയുന്ന മെസ്സേജ് സപ്പോസ് പാക്കറ്റ് അല്ലെ, ഒരു ഡാറ്റ പാർട്ടും കാണും, ഒരു അഡ്രസ് പാർട്ടും കാണും. ഈ മെസ്സേജിലും സ്വിച്ച് ചെക്ക് ചെയ്യും, ഈ അഡ്രസ് പാർട്ടിൽ ആരുടെ അഡ്രസ്സാണ് കിടക്കുന്നതെന്ന് നിൽക്കും. ഫോർ എക്സാമ്പിൾ C4 അല്ല, നമുക്ക് C1 to C4 ആണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ C4 എന്ന് പറയുന്ന അഡ്രസ്സാണെന്ന് മനസ്സിലാക്കും. ഇപ്പം അതുപോലെ സ്വിച്ചിനകത്തൊരു ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടേബിളിനകത്ത് ഈ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കും. C2, C4, C3 3 കമ്പ്യൂട്ടേഴ്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കും. ഓക്കെ, ഈ വരുന്ന മെസ്സേജിനകത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് കാണും. എന്നിട്ട് സ്വിച്ച് എന്തോ ചെയ്യും? ഈ ടേബിൾ വെച്ച് ഈ മെസ്സേജുമായിട്ട് കമ്പയർ ചെയ്ത് ആരുടെ അഡ്രസ്സിലേക്കാണ് അയക്കുന്നത് എന്ന് സ്വിച്ച് മനസ്സിലാക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ടേബിൾ, അഡ്രസ് ടേബിൾ. ഈ അഡ്രസ് ടേബിളിനകത്ത് ആ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് സ്വിച്ച് ആ കറസ്പോണ്ടിങ് അഡ്രസ്സിലേക്ക് മാത്രം കറസ്പോണ്ടിങ് അഡ്രസ്സുള്ള കമ്പ്യൂട്ടറിൽ മാത്രം മെസ്സേജ് സെൻഡ് ചെയ്യും. ഇതാണ് യൂണീക്ക് കാസ്റ്റിംഗ്. ഒരിടത്തുനിന്ന് വന്ന് ഒരിടത്ത് പോകുന്നു, യൂണീക്ക് കാസ്റ്റ് എന്ന് പറയും. ഓക്കെ, 1 to 1 C1 to C4 കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. വേറെ C3 ആയിട്ടൊന്നും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇതാണ് സ്വിച്ച്. ബ്രിഡ്ജ് അതേ പർപ്പസ് തന്നെയാണ് സ്വിച്ചിൻ്റെതും. പക്ഷേ സ്വിച്ചിനകത്ത് സെൻഡർ ടു ഡെസ്റ്റിനേഷൻ മാത്രമേ ഉള്ളൂ. ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ ആ പർട്ടിക്കുലർ മെസ്സേജ് കിട്ടുന്നുള്ളൂ. പക്ഷേ ബ്രിഡ്ജ് അങ്ങനെയല്ല. ബ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജിൽ ആ മെസ്സേജ് വരുമ്പോൾ ബാക്കി ആ ബ്രിഡ്ജിനകത്ത് ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ആണോ ആ കമ്പ്യൂട്ടേഴ്സിനെല്ലാം തന്നെ ഈ മെസ്സേജ് അവൈലബിൾ ആകും. പക്ഷെ ആരെ റിസീവ് ചെയ്യത്തുള്ളൂ? ആ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ മാത്രമേ റിസീവ് ചെയ്യുള്ളൂ, പക്ഷെ അവൈലബിൾ ആകും. ഓക്കെ, ബ്രിഡ്ജിൻ്റെ കേസിൽ. സ്വിച്ചിൻ്റെ അങ്ങനെയല്ല. സ്വിച്ചിൻ്റെ കേസിൽ ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് മാത്രമേ അത് അവൈലബിൾ ആവത്തുള്ളൂ, റിസീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഒരു കമ്പ്യൂട്ടേഴ്സിനും അത് അവൈലബിൾ ആയിരിക്കത്തില്ല. കാരണം എന്താണ്? ഈ വരുന്ന മെസ്സേജ് വരുമ്പോഴേക്കും ഈ മെസ്സേജിനകത്തുള്ള അഡ്രസ്സ് ഈ സ്വിച്ചിന് ഒരു ടേബിളുണ്ട്, അഡ്രസ് ടേബിൾ കാണും. ഈ അഡ്രസ് ടേബിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കും ആർക്കാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് ആ പർട്ടിക്കുലർ മെസ്സേജ് സെൻഡ് ചെയ്യുള്ളൂ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. അഡ്രസ് നോക്കി സെൻഡ് ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ നെറ്റ്വർക്ക് ട്രാഫിക് കുറയും.
ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ് സ്വിച്ച് വെച്ച് കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ സ്വിച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പം സ്വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് computers in a network. Second point, it consists of a table. That contains, like it has a table that contains address of all the computers connected to the network. Connected to the network. The switch reads the address of message that received it checks with the address table. It checks with the address table and send it. The switch reads the address of the message that received. It checks with the address table and send the message. Message വേറെ നമ്മൾ പാക്കറ്റ്സ് എന്ന് പറയും. To the destination. ആർക്കാണോ അയക്കുന്നത് അയാൾ മാത്രമേ അത് റിസീവ് ചെയ്യുള്ളൂ. എങ്ങനെയാണ്? ഈ വരുന്ന മെസ്സേജിന് കിടക്കുന്ന അല്ലെങ്കിൽ പാക്കറ്റ്സിനകത്തുന്ന അഡ്രസ്സും ഈ അഡ്രസ് ടേബിളുമായിട്ട് ടേബിളിനകത്ത് കിടക്കുന്ന അഡ്രസ്സുമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്വിച്ച് ചെയ്യുന്നത്. ഇറ്റ് ജനറേറ്റ്സ് ലെസ് നെറ്റ്വർക്ക് ട്രാഫിക്. 4 പോയിന്റ് ആണ്. ഇറ്റ് ജനറേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദി
network traffic. It reduces the network traffic. നെറ്റ്വർക്ക് ട്രാഫിക്. ഇതാണ് സ്വിച്ച്. അടുത്ത പറയുന്നത് റിപ്പീറ്റേഴ്സ്. റിപ്പീറ്റർ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്തുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? സെൻറ്റർ ടു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനാണ്. സെൻറ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഈ സിഗ്നൽ എത്തുമ്പോഴേക്കേന് ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ സെൻഡ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പം പിന്നെയും ഈ സിഗ്നലിനെ റീസ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ലോങ് ഡിസ്റ്റൻസ് ഡേറ്റ ട്രാൻസ്മിഷനാണ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് ഡേറ്റ ട്രാൻസ്മിഷനാണ്. ഇത് ഡേറ്റ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പല കാരണങ്ങളുമുണ്ട്. മേ ബി നോയ്സ്, മേ ബി വെതർ കണ്ടീഷൻസ്, പല കാരണങ്ങൾ കൊണ്ടും ഈ ഡേറ്റ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പം ചില സമയത്ത് നമുക്ക് ഡെസ്റ്റിനേഷനിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അയക്കുന്ന മെസ്സേജ് ഡെസ്റ്റിനേഷനിൽ റിസീവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പം നമ്മൾ സെൻറ്ററിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും ഇടയിൽ കുറേ റിപ്പീറ്റേഴ്സ് വെക്കും. ഈ റിപ്പീറ്റേഴ്സ് എന്തോ ചെയ്യും? വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്യും, എന്നിട്ട് റീസ്ട്രെങ്ത് ചെയ്യും അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും. റീസ്ട്രെങ്തിങ് മീൻസ് ആംപ്ലിഫൈ ചെയ്യുക. അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടും, ആ വരുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് പിന്നെ റീട്രാൻസ്മിറ്റ് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മൊബൈൽ ടവർ നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആണ്. നിങ്ങൾ വിചാരിച്ചേക്കുന്ന അവിടെ ഈ വരുന്ന സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഡിവൈസ് മാത്രമല്ല, ഈ മൊബൈൽ ടവറിലൊക്കെ റിപ്പീറ്റേഴ്സും ഉണ്ടായിരിക്കും. ഈ വരുന്ന സിഗ്നലിനെ റീസ്ട്രെങ്ത് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് റിപ്പീറ്റേഴ്സ്. ഓക്കെ, ഇറ്റ് റീസ്ട്രെങ്ത് അല്ലെങ്കിൽ ഇറ്റ് ആംപ്ലിഫൈസ് ദ സിഗ്നൽസ് റിസീവ്ഡ് ആൻഡ് retransmit it to the destination. But repeaters are device തന്നെയാണ്. repeaters receives incoming data signals. Signals amplifies it. Amplifies means restrength ചെയ്യുക. Amplifies it to its original strength. And retransmit to the destination. വരുന്ന സിഗ്നലിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിൻ്റെ കപ്പാസിറ്റി ഒന്നുകൂടെ കൂട്ടിയതിന് ശേഷം അതിനെ ഡെസ്റ്റിനേഷനിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ബ്രിഡ്ജ്.
ബ്രിഡ്ജ്. ബ്രിഡ്ജ് ഈസ് യൂസ് ടു കണക്ട് 2 or more നെറ്റ്വർക്ക്സ്. ഒന്നിൽ കൂടുതലോ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യാനായിട്ടാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഇറ്റ് ഈസ് യൂസ് ടു സെഗ്മെൻറ്റൈസ് ആൻ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ ഡിഫറെൻറ്റ് നെറ്റ്വർക്കായിട്ട് ഡിവൈഡ് ചെയ്യാനും ബ്രിഡ്ജ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ N1 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്, N1, N2 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ഒരു ബ്രിഡ്ജ് ഉണ്ട്. N1-നകത്ത് 2 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്കാണെന്ന് വെച്ചോളൂ. 2 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്കാണ്. അത് സ്വിച്ചുമായിട്ട് കണക്റ്റാണ്. C1, C2. അതുപോലെ N2 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ 2 കമ്പ്യൂട്ടർ ഉണ്ട്. C3, C4. ഇതും സ്വിച്ചുമായിട്ട് കണക്റ്റാണ്. ബ്രിഡ്ജ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ്. ദാറ്റ് യൂസിങ് സെയിം പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾസ് എന്താണെന്നൊക്കെ ഞാൻ പറയാൻ പറ്റില്ല. പ്രോട്ടോകോൾസ് മീൻസ് റൂൾസ്. സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് ഇവിടെ ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ C1 to C1 നെറ്റ്വർക്ക് N1-ലുള്ള C1 എന്ന കമ്പ്യൂട്ടറിൽ നിന്ന് നെറ്റ്വർക്ക് 2-ലുള്ള C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഞാൻ M1 എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്യുകയെന്ന് കരുതുക. ഓക്കെ, എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെസ്സേജ് C1-ൽ നിന്ന് M1 മെസ്സേജ് ബ്രിഡ്ജ് ചെക്ക് ചെയ്യും ആർക്കാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ N1 നെറ്റ്വർക്കിനകത്തുള്ള C1 എന്ന കമ്പ്യൂട്ടറിൽ നിന്ന് N2 നെറ്റ്വർക്കിലുള്ള C4 എന്ന കമ്പ്യൂട്ടറിലാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പം ബ്രിഡ്ജ് ഇത് അനലൈസ് ചെയ്യും, ചെക്ക് ചെയ്യും ഈ M1-ന്റെ ഡെസ്റ്റിനേഷൻ എന്താണ്. ഓക്കെ, ഈ ബ്രിഡ്ജ് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും ഈ C4 എന്ന കമ്പ്യൂട്ടർ ഏത് നെറ്റ്വർക്കിലാണ് ഇരിക്കുന്നത്, നെക്സ്റ്റ് സൈഡിലുള്ളതാണോ അതോ അതേ നെറ്റ്വർക്ക് സെൻഡ് ചെയ്ത അല്ലെങ്കിൽ അതേ സൈഡിലുള്ള നെറ്റ്വർക്കിലാണ് C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നെക്സ്റ്റ് നെറ്റ്വർക്കിലാണ്, അതർ നെറ്റ്വർക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മെസ്സേജ് അങ്ങ് കടത്തിവിടും. കാരണം ഇൻ ദിസ് കേസ് N2-ലാണ് C4 ഇരിക്കുന്നത്. അപ്പം ഈ മെസ്സേജിനെ അങ്ങ് പാസ് ചെയ്യാൻ അനുവദിക്കും. അല്ല, ഈ C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് 1-ൽ തന്നെയാണെന്നുണ്ടെങ്കിൽ, N1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ നെറ്റ്വർക്കിന് ആ മെസ്സേജിനെ പാസ് ചെയ്യാൻ അനുവദിക്കത്തില്ല, അവിടെ വെച്ചങ്ങ് തടയും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. N1 നെറ്റ്വർക്കിൽ നിന്ന് N1 നെറ്റ്വർക്കിലുള്ള C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ N2 നെറ്റ്വർക്കിലുള്ള C4 കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. M1 എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ചെയ്യുമ്പോൾ ഈ M1 എന്ന് പറയുന്ന മെസ്സേജ് എവിടെ വരും? ബ്രിഡ്ജ് വരും. അപ്പോൾ ബ്രിഡ്ജ് എന്തോ ചെക്ക് ചെയ്യും? ഈ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കും ഈ C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഏത് നെറ്റ്വർക്ക് പാർട്ടിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് സൈഡ് ഓഫ് ദി നെറ്റ്വർക്കാണ്, അടുത്ത നെറ്റ്വർക്കിലാണോ കിടക്കുന്നതെങ്കിൽ ഈ വരുന്ന മെസ്സേജിനെ ഇത് പാസ് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, പാസ് ചെയ്യാൻ അനുവദിക്കും. ഇത് എന്താണ്? ഹബ്ബ് പോലെ തന്നെയാണ്. പാസ് ചെയ്യും. M1 എന്ന മെസ്സേജ് അടുത്ത നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ N2 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന
എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഈ M1 മെസ്സേജ് അവൈലബിൾ ആവും. C3ക്കും അവൈലബിൾ ആവും, C4നും അവൈലബിൾ ആവും. പക്ഷെ ആരെ അത് റിസീവ് ചെയ്യത്തുള്ളൂ? C4 റിസീവ് ചെയ്യത്തുള്ളൂ. പറയുന്ന പോയിന്റ് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ബ്രിഡ്ജ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ടു നെറ്റ്വർക്ക്സ്, അല്ലെങ്കിൽ ഇറ്റ് യൂസ് ടു സെഗ്മെൻറ്റൈസ് ആൻ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. സെഗ്മെൻറ്റൈസ് ചെയ്യുക മീൻസ് ഡിവൈഡ് ചെയ്യുക. ഒരു നെറ്റ്വർക്കിനെ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ആണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ രണ്ട് നെറ്റ്വർക്ക് ഉണ്ട്. N1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ട്, N2 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ട്. N1 ആൻഡ് N2 നെറ്റ്വർക്കിനെ ഞാൻ ബ്രിഡ്ജ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തേക്കുകയാണ്. N1-നകത്ത് C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടറുണ്ട്, C2 എന്ന് പറയുന്ന കമ്പ്യൂട്ടറും ഉണ്ട്. ഓക്കെ, അതുപോലെ N2-നകത്ത് C3 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറുണ്ട്, C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറുണ്ട്. അതിനെ സ്വിച്ച് യൂസ് ചെയ്താണ് നെറ്റ്വർക്ക് N1 എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സ്, N1-നകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ N2-നകത്തും സ്വിച്ച് യൂസ് ചെയ്താണ് അതിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ N1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് N2 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്യാമെന്ന് വെച്ചോളൂ. ഈ മെസ്സേജ് എവിടെ റിസീവ് ചെയ്യും? ബ്രിഡ്ജിൽ റിസീവ് ചെയ്യും. ബ്രിഡ്ജ് നോക്കും ഈ വന്ന മെസ്സേജ് ആർക്കാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് പാർട്ട് ഓഫ് ഈ മെസ്സേജ് അടുത്ത നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിലേക്കാണ് അയക്കുന്നതെങ്കിൽ ഈ ബ്രിഡ്ജ് എന്ത് ചെയ്യും? ആ നെറ്റ്വർക്ക് ആ മെസ്സേജിനെ കടത്തിവിടും. എങ്ങനെയാണ് കടത്തിവിടുന്നത്? ദാറ്റ് മെസ്സേജ് ഈസ് അവൈലബിൾ ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ഇൻ ദ നെറ്റ്വർക്ക്. ആ സെക്കൻഡ് N2 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അവൈലബിൾ ആവും? M1 എന്ന് പറയുന്ന മെസ്സേജ് അവൈലബിൾ ആവും. പക്ഷേ ആരെ റിസീവ് ചെയ്യത്തുള്ളൂ? C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറെ റിസീവ് ചെയ്യുള്ളൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? സപ്പോസ് ഈ M1 എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ C4-ലേക്കാണ് സെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഈ N1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ബ്രിഡ്ജ് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജിനെ അടുത്ത നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യിക്കത്തില്ല. അവിടെ വെച്ച് അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വേറൊരു നെറ്റ്വർക്കിലേക്ക് പോകുന്ന മെസ്സേജിനെ മാത്രമേ അത് ട്രാവൽ ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. ഇതാണ് ബ്രിഡ്ജ്. ഓക്കെ, അടുത്ത പറയുന്നത് റൗട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് പോലെ തന്നെയാണ് റൗട്ടർ. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതും രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. റൗട്ടർ ഓക്കെ. ഇപ്പോൾ N1 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്, N2 എന്ന് പറയുന്ന നെറ്റ്വർക്ക്. N1-നകത്ത് C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ട്, C2 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ട്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ സ്വിച്ച്. അതുപോലെ N2-നകത്ത് ഒരു സ്വിച്ച് ഉണ്ട്, C3 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ട്, C4 എന്ന കമ്പ്യൂട്ടർ ഉണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് റൗട്ടർ. ബ്രിഡ്ജിൻ്റെ സ്ഥാനത്ത് റൗട്ടർ വന്നേ. ഇതും യൂസ് ചെയ്യുന്നത് രണ്ട് നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യാനായിട്ടാണ്. ഓഫ് സെയിം ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ബ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഈ ബ്രിഡ്ജ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എല്ലാം അതിൻ്റെ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അവൈലബിൾ ആവുമെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. അതിന് കാരണം
ഈ റൗട്ടറിനകത്തൊരു ടേബിൾ ഉണ്ട്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് ഡിവൈസ് അഡ്രസ്. ഈ റൗട്ടറിനകത്ത് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തോ കാണും? നെറ്റ്വർക്ക് അഡ്രസ്സും കാണും, ഡിവൈസ് അഡ്രസ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സും കാണും. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഞാൻ ഇവിടെയും പറയുകയാണ്. N1 എന്ന നെറ്റ്വർക്കിനകത്തുള്ള C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടർ N2 എന്ന നെറ്റ്വർക്കിനകത്തുള്ള C4 എന്ന കമ്പ്യൂട്ടറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുകയെന്ന് വെച്ചു. മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഈ M1 എന്ന് പറയുന്ന മെസ്സേജ് റൗട്ടറിൽ വരും. ഇല്ല, എല്ലാ മെസ്സേജിനും ഒരു അഡ്രസ് പാർട്ട് കാണുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഡേറ്റ പാർട്ട് കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഈ റൗട്ടർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജിനകത്ത് കിടക്കുന്ന അഡ്രസ്സ് ഈ ടേബിളിനകത്തുള്ള നെറ്റ്വർക്ക് അഡ്രസ്സും ഡിവൈസ് അഡ്രസ്സുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇൻ ദിസ് കേസ് N2 എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് ആര് കിടക്കുന്നത്? C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഇരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗട്ടർ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന M1 എന്ന് പറയുന്ന മെസ്സേജിനെ N2 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള C4 എന്ന് പറയുന്ന പർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും സെൻഡ് ചെയ്യത്തില്ല. അതായത് C3ക്ക് സെൻഡ് ചെയ്യത്തില്ല. ബ്രിഡ്ജിൽ അങ്ങനെയല്ല. വരുന്ന മെസ്സേജിനെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും സെൻഡ് ചെയ്യും ബ്രിഡ്ജ്. പക്ഷെ അങ്ങനെയല്ല, റൗട്ടർ ആകുമ്പോഴേക്കും ഈ വരുന്ന മെസ്സേജിൻ്റെ അഡ്രസ്സും ആ ടേബിളിനകത്ത് അഡ്രസ്സുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ മെസ്സേജ് സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും റൗട്ടർ യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് കുറവായിരിക്കും, ബ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് കൂടുതലായിരിക്കും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ബ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് കൂടുതലായിരിക്കും, റൗട്ടർ യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതം, റൗട്ടറിനകത്ത് ഒരു അൽഗോരിതം ഉണ്ട്. that help to choose the best path to the destination computer. എളുപ്പത്തിൽ ഡെസ്റ്റിനേഷനിൽ എത്താവുന്ന ഒരു പാത്ത് ഈ അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോടുകൂടി ഫൈൻഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ 2 കമ്പ്യൂട്ടറുള്ളതുകൊണ്ട് കുഴപ്പമില്ല. 10, 1000, 1500 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ 100, 10,000 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിലെത്തുന്ന പാത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ റൗട്ടറിനകത്ത് ഒരു അൽഗോരിതം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോട് കൂടി പെട്ടെന്ന് ഏറ്റവും സ്മോളസ്റ്റ് പാത്ത്, ഡെസ്റ്റിനേഷൻ പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ആ പാത്ത് വഴിയായിരിക്കും മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റൗട്ടർ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഡിവൈസ്. സ്വിച്ച് പോലെ ഇൻ്റലിജൻറ്റ് ഡിവൈസാണ് ഏത്? റൗട്ടർ. ബ്രിഡ്ജിനേക്കാൾ അല്പം കൂടി ഗ്രേഡ് കൂടിയത്, ഹബിനേക്കാൾ അല്പം കൂടി ഗ്രേഡ് കൂടിയതാണ് സ്വിച്ച്. അതുപോലെ ബ്രിഡ്ജിനേക്കാൾ അല്പം കൂടി പർപ്പസ് സെയിം തന്നെയാണ്. ബ്രിഡ്ജിൻ്റെ പർപ്പസും റൗട്ടറിൻ്റെ പർപ്പസും സെയിം തന്നെയാണ്. പക്ഷേ അല്പം കൂടെ ഇൻ്റലിജൻ്റ് ആണ് ആര്? റൗട്ടേഴ്സ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ റൗട്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ ടേബിൾ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് ഡിവൈസ് അഡ്രസ്. വരുന്ന മെസ്സേജിനകത്തുള്ള ഒരു മെസ്സേജ് റൗട്ടർ റിസീവ് ചെയ്യുമ്പോൾ ആ മെസ്സേജിനകത്തുള്ള അഡ്രസ്സ് ഈ ടേബിളുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് മാത്രം ആ മെസ്സേജ് സെൻഡ് ചെയ്യും. ആ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ള ഒരു കമ്പ്യൂട്ടേഴ്സിനും ആ മെസ്സേജ് അവൈലബിൾ ആയിരിക്കത്തില്ല. ആ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിന് മാത്രമേ അത് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അൽഗോരിതം ദാറ്റ് യൂസ് ടു ഫൈൻഡ് ദ സ്മോളസ്റ്റ് പാത്ത് ടു ദി, അല്ലെങ്കിൽ ദ ബെസ്റ്റ് പാത്ത് ടു ദി ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. ഈ വരുന്ന മെസ്സേജിനെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു അൽഗോരിതം ഇതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അൽഗോരിതം യൂസ് ചെയ്താണ് ആ ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്. ആ പാത്ത് വഴിയാണ് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഈ മെസ്സേജ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം
ബ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഒരു ടേബിളില്ല, ഇങ്ങനെ ഒരു അൽഗോരിതവും ഇല്ല, ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാനുള്ള അൽഗോരിതം ഇല്ല. പക്ഷെ റൗട്ടറിനകത്ത് വരുമ്പോൾ ഈ ടേബിളും ഉണ്ട്, അൽഗോരിതമുണ്ട്. ബ്രിഡ്ജും റൗട്ടറിൻ്റെയും ജോലി ഒന്ന് തന്നെയാണ്, ജോബ് ഒന്ന് തന്നെയാണ്. പക്ഷെ അല്പം കൂടെ എഫക്റ്റീവ് ഏതാണ്? റൗട്ടർ യൂസ് ചെയ്ത് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൗട്ടേഴ്സ്. ഇപ്പോഴത്തുള്ള റൗട്ടേഴ്സൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹാംഡ് ആയിട്ടുള്ള ഡേറ്റയാണ് N1 നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ N2 ട്രാവൽ ചെയ്യാൻ അനുവദിക്കത്തില്ല, അവിടെ വെച്ച് അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. എന്നാൽ വൈറസൊക്കെയാണ് കയറി വരുന്നതെങ്കിൽ ഈ നെറ്റ്വർക്ക് N1 നെറ്റ്വർക്കിൽ നിന്ന് N2 കടത്തിവിടത്തില്ല. ഇപ്പോഴത്തുള്ള റൗട്ടേഴ്സല്ല. ഇപ്പം റൗട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രിഡ്ജൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ആരും. ആദ്യ കാലങ്ങളിലാണ് ബ്രിഡ്ജൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെയും റൗട്ടേഴ്സിൻ്റെയും ജോബ് ഒന്ന് തന്നെയാണ്, ടു കറക്റ്റ് സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്. ബ്രിഡ്ജിനകത്ത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ഇവിടെ യൂണികാസ്റ്റിംഗ്. ഒരിടത്തേക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമേ മെസ്സേജ് സെൻഡ് ചെയ്യുള്ളൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡ്രസ് ടേബിൾ ആൻഡ് അൽഗോരിതം. അഡ്രസ് ടേബിൾ എന്ന് പറയുന്നതിനെ യൂസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആ മെസ്സേജ് സെൻഡ് ചെയ്യാനാണ് ഈ അഡ്രസ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അൽഗോരിതം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ ബെസ്റ്റ് പാത്ത് ഫോർ ദി മെസ്സേജ് ട്രാൻസ്മിഷൻ. ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്കുള്ള ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൗട്ടേഴ്സ്. അടുത്ത പറയുന്നത് ഗേറ്റ്വേസ്. ബ്രിഡ്ജും റൗട്ടേഴ്സും യൂസ് ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ്. ഗേറ്റ് വേ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു കണക്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ദാറ്റ് ഫോളോസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്, ഡിഫറെൻറ്റ് OS. ഓക്കെ, N1 എന്ന് പറയുന്ന നെറ്റ്വർക്ക് that consists of computers, gateway. N2 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. ഓക്കെ, ഈ N1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുക വിൻഡോസ്. N2-നകത്ത് ലിനക്സ്. രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. N1 എന്ന് പറയുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക്. N2 എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസിനകത്ത് ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾസ് മീൻസ് ടൂൾസ്. അതിനകത്ത് ഡേറ്റ ട്രാൻസ്മിറ്റിംഗ് റൂൾസ് ഉണ്ട്. അതുപോലെ പാക്കറ്റ് സൈസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ലിനക്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് അല്ല വിൻഡോസിനകത്ത് യൂസ് ചെയ്യുന്ന മെസ്സേജ് പാക്കറ്റ് സൈസ് ആയിരിക്കത്തില്ല ലിനക്സിനകത്ത്. ഓക്കെ, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് രണ്ടും. ഈ ഗേറ്റ് വേ എന്ന് പറയുന്ന ഡിവൈസ് ഇല്ലാതെ നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗേറ്റ് വേ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ദാറ്റ് ഫോളോസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. അല്ലെ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് മീൻസ് ഡിഫറെൻറ്റ് OS ആണെങ്കിൽ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസും ആയിരിക്കും. വിൻഡോസിനകത്തുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കത്തില്ല ലിനക്സിനകത്തുള്ള പ്രോട്ടോകോൾസ്. ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ്. പ്രോട്ടോകോൾസ് റൂൾസ് ആണ് ദാറ്റ് ഗവേൺസ്
തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പ്രോട്ടോകോൾസ് ആർ റൂൾസ് ദാറ്റ് ഗവേൺസ് ദ ഡേറ്റ ട്രാൻസ്മിഷൻ ഇൻ എ നെറ്റ്വർക്ക്. എങ്ങനെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, ഓരോ ഡേറ്റയുടെയും പാക്കറ്റ് സൈസ് എന്താണ്, ഇങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. ഈ റൂൾസിന് വിധേയമായിട്ടാണ് നെറ്റ്വർക്കിനകത്ത് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. കുറച്ച് നിയമങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഹയർ ലെവൽസിന് പോലും പഠിക്കും. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് പഠിക്കും. തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ഗേറ്റ് വേ ഈസ് എ ഡിവൈസ് ദാറ്റ് കണക്ട് ടു എൻറ്റയർലി ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്. ഓക്കെ, ഈ രണ്ട് നെറ്റ്വർക്കിനകത്തും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗേറ്റ് വേയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ചെയ്യുന്നത് ഗേറ്റ് വേ ആണ്. N1 യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഡിഫറെൻ്റ് ആണ്, N2 യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഡിഫറെൻ്റ് ആണ്. ഇവർ തമ്മിലൊരു സിങ്ക്രണൈസേഷൻ വരണം. ഏതൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിലും ഡിവൈസസ് ഷുഡ് ബി സിങ്ക്രണൈസ്ഡ് എന്ന് പറയും. ഷുഡ് ബി സിങ്ക്രണൈസ്ഡ്, എങ്കിൽ മാത്രമേ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അത് നടത്തുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗേറ്റ് വേസ് ആണ്. ഈ ഗേറ്റ് വേസിനകത്തും ഒരു ടേബിൾ ഉണ്ടായിരിക്കും. റൗട്ടേഴ്സിനുള്ള പോലെ തന്നെ ടേബിൾ ഉണ്ടായിരിക്കും. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിവൈസ് അഡ്രസ് ആസ് വെൽ ആസ് നെറ്റ്വർക്ക് അഡ്രസ്. നേരത്തെ പറഞ്ഞ അതേ ജോബ് തന്നെയാണ് ഈ ടേബിളിൻ്റെ. അത് ഓൾസോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതം ഉണ്ടായിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഈ റൗട്ടർ പോലെ തന്നെ. അവിടെ എന്താണ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദ ബെസ്റ്റ് പാത്ത്. ഇവിടെ അൽഗോരിതം യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദ ബെസ്റ്റ് പാത്ത് തന്നെയാണ്. സെയിം റൗട്ടർ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ആരും ചെയ്യുന്നത്, ഗേറ്റ് വേയും ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. രണ്ട് നെറ്റ്വർക്കിനകത്തും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ഒന്നിനകത്ത് വിൻഡോസ് ആണ്, ഒന്നിനകത്ത് ലിനക്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസും ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് അത് ഒരിക്കലും നെറ്റ്വർക്ക് വർക്ക് ചെയ്യത്തില്ല. അതിനാണ് വേണ്ടിയാണ് നമ്മൾ ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. റൗട്ടർ മാറ്റി ഗേറ്റ് വേ ആക്കിയെന്നേ ഉള്ളൂ. അപ്പം ഗേറ്റ് വേ ആർ യൂസ് ടു കണക്ട് നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്സ് ഇൻ ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ദാറ്റ് ഫോളോസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ഈ റൗട്ടേഴ്സിലുള്ള പോലെ തന്നെ ഇവിടെയും ഒരു അഡ്രസ് ടേബിൾ ഉണ്ട്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിവൈസ് അഡ്രസ് ആൻഡ് നെറ്റ്വർക്ക് അഡ്രസ് ആസ് വെൽ ആസ് എൻ അൽഗോരിതം. ഇവിടെയും ഒരു അൽഗോരിതം ഉണ്ട്. എന്തിനു യൂസ് ചെയ്യുന്നു? ടു ഫൈൻഡ് ദ ബെസ്റ്റ് പാത്ത് ടു ദി ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. നമ്മൾ അയക്കുന്ന മെസ്സേജ് എളുപ്പത്തിൽ ആ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൽ എത്തണം. അത് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ബെസ്റ്റ് പാത്ത് അൽഗോരിതം എവിടെയുണ്ട്? ഈ ഗേറ്റ് വേക്കകത്തുണ്ട്. ഓക്കെ, റൗട്ടറിൻ്റെ അതേ ജോബാണ് ഗേറ്റ് വേ ചെയ്യുന്നത്. പക്ഷേങ്കിൽ നെറ്റ്വർക്ക് കണക്റ്റഡ് എൻറ്റയർലി ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. ഇപ്പം ഗേറ്റ് വേ എന്നുള്ള കോൺസെപ്റ്റൊക്കെ പോയി. ഇപ്പോൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന റൗട്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഉള്ള റൗട്ടേഴ്സിന് ഈ ഗേറ്റ് വേ കേപ്പബിലിറ്റിയും ഉണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഗേറ്റ് വേ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും ഗേറ്റ് വേ എന്ന് പറയുന്ന അതേ കപ്പാസിറ്റിയുള്ള റൗട്ടേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇതാണ് പ്രധാനമായിട്ടും ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അതിലും ഫസ്റ്റ് വൺ ഈസ് NIC, സെക്കൻഡ് വൺ ഈസ് ഹബ്, തേർഡ് വൺ ഈസ് സ്വിച്ച്, ഫോർത്ത് വൺ ഈസ് റിപ്പീറ്റർ, ഫിഫ്ത്ത് വൺ ഈസ് ബ്രിഡ്ജ്, സിക്സ്ത് വൺ ഈസ് റൗട്ടർ, സെവൻത് വൺ ഈസ് ഗേറ്റ് വേ. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോഡം. മോഡം മീൻസ് ആദ്യത്തെ പോലെ എഴുതുകയാണ്. മോഡം മീൻസ്
മോഡുലേഷൻ, ഡീമോഡുലേഷൻ. മോഡുലേഷൻ ബാർ ഡീമോഡുലേഷൻ. ഫസ്റ്റ് പോയിന്റ്, മോഡം എന്നത് പറയുന്നത് മോഡുലേഷൻ, ഡീമോഡുലേഷൻ. ഇറ്റ് ഈസ് യൂസ്, സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് computers to telephone lines, അല്ലെങ്കിൽ it is used to communicate between it is used to communicate between computers and telephone lines. It is used to communicate between computers and telephone lines. ഓക്കെ, നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മോഡത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഈ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. യൂസ് ചെയ്യുന്ന സിഗ്നൽസിൻ്റെ ടൈപ്പ് ഡിജിറ്റലാണ്. പക്ഷേ ഫോൺ ലൈൻസിനകത്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ അനലോഗ് സിഗ്നൽസ് ആണ്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഫോം. 0 1 0 1 0 1 ഇങ്ങനെ പോകും. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് നെഗറ്റീവ് തുടങ്ങി പോസിറ്റീവ് ആണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അനലോഗ് സിഗ്നൽ. ഇപ്പോൾ ടെലിഫോൺ ലൈൻസ് യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് സിഗ്നലാണ്. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇതിൻ്റെ രണ്ട് സിഗ്നൽസ് ഡിഫറൻസ് ഉണ്ട്, രണ്ട് സിഗ്നൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ആ സ്ട്രക്ചർ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം മോഡം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടെലിഫോൺ ലൈൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ്, അതുപോലെ ടെലിഫോൺ ലൈൻസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് മോഡം യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പം മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ടെലിഫോൺ ലൈൻസിലോട്ട് കടത്തിവിടും. അതുപോലെ ടെലിഫോൺ ലൈൻസിന് വരുന്ന അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നൽസിനെ നമ്മൾ പറയുന്നത് മോഡുലേഷൻ എന്നും, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ആണെങ്കിൽ മോഡുലേഷൻ എന്നും, തിരിച്ച് അനലോഗ് ടു ഡിജിറ്റൽ ആണെങ്കിൽ ഡീമോഡുലേഷൻ എന്നും പറയും. അതാണ് മോഡം. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇറ്റ് കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽസ് റിസീവ്ഡ് ഫ്രം എ കമ്പ്യൂട്ടർ. It converts digital signals from a computer to analog signals. അതിനെയാണ് പറയുന്നത് മോഡുലേഷൻ. ഇത് അനലോഗ് സിഗ്നൽ received from telephone line is converted back to digital signal.
അതിനെയാണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. ഡീമോഡുലേഷൻ. പ്രധാനമായിട്ട് മോഡം യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനാണ്. മോഡം മീൻസ് മോഡുലേഷൻ, ഡീമോഡുലേഷൻ. ഡിജിറ്റൽ സിഗ്നൽ അനലോഗ് സിഗ്നൽ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്നും, തിരിച്ച് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീമോഡുലേഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇത്രയാണ് മോഡത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ്, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ BPS, ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. മെഷേർഡ് ഇൻ BPS, ബിറ്റ് പെർ സെക്കൻഡ്, ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഇതാണ് മോഡം. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ്. ഇൻറ്റേർണൽ മോഡമുണ്ട്, എക്സ്റ്റേണൽ മോഡമുണ്ട്, വയർലെസ് മോഡമുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം എക്സ്റ്റേണൽ മോഡംസ് ആണ്. ഇൻറ്റേർണൽ മോഡമുള്ള കമ്പ്യൂട്ടേഴ്സും അവൈലബിൾ ആണ്. ലാപ്ടോപ്പിലൊക്കെ ഇൻറ്റേർണൽ മോഡം നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത പറയുന്നത് മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. കേബിൾ കണക്ഷൻ അല്ലേ? ഇപ്പോൾ എല്ലാ വീട്ടിനകത്തും കേബിൾ കണക്ഷനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ TV-യിൽ 100-200 ചാനൽസ് അറ്റ് എ ടൈം അവൈലബിൾ ആണ്. നിങ്ങളൊരു സമയത്ത് ഒരു ചാനൽ കാണുകയാണെങ്കിൽ പോലും 100-200 ചാനൽസ് അവൈലബിൾ ആണ്. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അത് ബൈ മീൻസ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ 4 ഇൻപുട്ട് സോഴ്സ് ഉണ്ടെന്ന് പറയും. 4 ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്. മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തെ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അല്പം വലുതായിട്ട് വരയ്ക്കാൻ വലിയൊരു വീഡിയോ ആണ്. ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം മീഡിയത്തിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ചാനൽസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ മീഡിയത്തിനും ഒരേ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കത്തില്ല, ഡിഫറെൻറ്റ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ചാനൽസ് ആയിട്ട് നമുക്ക് ആ മീഡിയത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, മൾട്ടിപ്ലെക്സർ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ തന്ന മീഡിയത്തെ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ചെറിയ ചെറിയ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ചാനൽസിനെ പറയുന്നതാണ് ഫ്രീക്വൻസി ചാനൽസ് ആണെന്ന് പറയുന്നത്. ഫ്രീക്വൻസി ചാനൽസ് ഇത് പറയുന്നതാണ് ഫ്രീക്വൻസി ചാനൽസ്.
അപ്പം ഈ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ ഈ മൾട്ടിപ്ലെക്സർ റിസീവ് ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ചാനൽസ് വഴി ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. മനസ്സിലായോ? ഡിഫറെൻറ്റ് സോഴ്സസ് ആണ്, ഡിഫറെൻറ്റ് S1, S2, S3, S4. ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഈ ഡേറ്റ സിഗ്നൽസിനെ മൾട്ടിപ്ലെക്സർ റിസീവ് ചെയ്യും. ഈ മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽസിനെ ഈ മീഡിയത്തിനെ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ വരുന്ന സിഗ്നൽസിനെ ഓരോ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് മൊത്തം മീഡിയം എടുക്കത്തില്ല. ഒരു ഡേറ്റ സിഗ്നൽ സെൻഡ് ചെയ്യാൻ മൊത്തം മീഡിയം എടുക്കത്തില്ല. ആ മീഡിയത്തിനകത്തുള്ള ഒരു ചാനൽ എടുക്കത്തുള്ളൂ. നമ്മൾ ഈ റോഡ്സ് ഉണ്ടല്ലോ, റോഡ്സിനകത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് 2-വേ റോഡ്സ് ആണ് അല്ലേ. നമ്മൾ വലിയ ഹൈവേയിലൊക്കെ വരുമ്പോൾ 4-വേ റോഡ്സായി. ഒരു റോഡിനെ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അതേ കോൺസെപ്റ്റാണ് ഇത് പറയുന്നത്. നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഔട്ടർ ഏരിയയിൽ ഹൈവേയിലൊക്കെ പോകുമ്പോഴേക്കാണ് 4 വരി പാത ആണ്. അതേ കൺസെപ്റ്റാണ്. റോഡ് ഒന്നാണ്, പക്ഷെ 4 വരിയാണ്. അതുപോലെയാണ് മീഡിയം ഒന്നാണ്, അതിനകത്ത് മൾട്ടിപ്പിൾ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ വരുന്ന സിഗ്നൽസിനെ ഓരോ ചാനൽ വഴി സെൻഡ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലെക്സർ. അറ്റ് ദ ഡെസ്റ്റിനേഷൻ എൻഡിൽ അവിടെ ഡീമൾട്ടിപ്ലെക്സർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിലേക്ക് ആ ഡേറ്റ സിഗ്നലെ സെൻഡ് ചെയ്യും. അപ്പം മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സർ എന്താ ചെയ്യുന്നത്? ഈ മീഡിയത്തിലെ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ചാനൽസ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ചാനൽസ് എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസി ചാനൽസ്. ഒന്നുകൂടെ പറയാം. ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റ സിഗ്നലിനെ ഈ മൾട്ടിപ്ലെക്സർ റിസീവ് ചെയ്യും. ഈ മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ ഡീമൾട്ടിപ്ലെക്സർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീഡിയം ഉണ്ടായിരിക്കും. ആ മീഡിയത്തിനെ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ വന്ന ഇൻപുട്ട് സിഗ്നലിനെ ഈ ഡിഫറെൻറ്റ് ചാനൽസ് വഴി ഈ മൾട്ടിപ്ലെക്സർ ഡെസ്റ്റിനേഷൻ എൻഡിലേക്ക് സെൻഡ് ചെയ്യും. ഈ ഡെസ്റ്റിനേഷൻ എൻഡിലും ഒരു മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സർ കാണും. ഈ മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സർ വരുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഇതാണ് മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സർ. ഈ മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സറൊക്കെയാണ് നമ്മുടെ ഈ കേബിൾ ട്രാൻസ്മിഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒറ്റ മീഡിയമേ ഉള്ളൂ, കോയാക്സിയൽ കേബിളെ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ ആ മീഡിയത്തിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അത്രയും ചാനൽസ് നമുക്ക് കിട്ടാൻ കാര്യം അതാണ് മൾട്ടിപ്ലെക്സിങ് ഡീമൾട്ടിപ്ലെക്സിങ്. ഫോക്കസ് പോയിന്റ് പറയുന്നില്ല. ഫോക്കസ് പോയിന്റ് പറയാത്ത പല കാര്യങ്ങളും ഞാൻ അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഫോക്കസ് പോയിന്റ് ഓറിയൻറ്റായിട്ട് പഠിച്ചാൽ മതി. ഈ നെറ്റ്വർക്കൊക്കെ ഈ ചാപ്റ്ററൊക്കെ ഫോക്കസ് ഓറിയൻറ്റ് പോയിന്റ് പഠിച്ചാൽ മതി. പക്ഷേ അതിനകത്ത് വന്നത് കൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് കൂടെ കയറി വന്നുകൊണ്ട് ആ ടോപ്പിക്ക് മൊത്തമായിട്ട് ഞാനിങ്ങ് എടുത്തത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് അടുത്ത സെക്ഷനിൽ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു.